വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അൽഫിന അനസ്തറ്റിക് ലൈഫ് സ്റ്റൈൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കുറേ പേരുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരുപാട് പേര് ചോദിച്ചതാണ്, ഫിഫ്ത്ത് അലോട്ട്മെന്റ് വന്നു, ഫിഫ്ത്ത് അലോട്ട്മെന്റിൽ ആർക്കൊക്കെയാണ് കൊടുക്കാൻ സാധിക്കുന്നത്? NRI സ്റ്റുഡൻസിന് മാത്രമാണോ കൊടുക്കാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ അതല്ലാതെ ബാക്കിയുള്ള സ്റ്റുഡൻസിന് ഇവിടെ കൊടുക്കാൻ സാധിക്കുമോ? കൊടുത്താൽ പ്രശ്നമുണ്ടോ? ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു, ഇനി എന്തെങ്കിലും പ്രശ്നം മുന്നോട്ടുള്ള അലോട്ട്മെന്റ്സിൽ ഉണ്ടാകുമോ? അങ്ങനെയുള്ള ഒരുപാട് ഡൗട്ട്സ് ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സിക്സ്ത് അലോട്ട്മെന്റ് എപ്പോഴാണ്, അതുമായി ബേസ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോയാണ് നമ്മൾ ഇന്ന് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യം LBSന്റെ സൈറ്റിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയൊരു നോട്ടിഫിക്കേഷൻ കാണാൻ സാധിക്കുന്നതാണ്. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. BSc നഴ്സിംഗ് 2025 പ്രത്യേക അലോട്ട്മെന്റിനായി NRI സീറ്റുകൾ മാത്രം ഓപ്ഷൻ രജിസ്ട്രേഷൻ സെപ്റ്റംബർ 2 മുതൽ സെപ്റ്റംബർ 8 വൈകിട്ട് 4 മണി വരെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, NRI ഡോക്യുമെന്റ്സ് എല്ലാം LBS ആപ്ലിക്കേഷൻ കൊടുത്ത സമയത്ത് കൊടുത്ത് രജിസ്റ്റർ ചെയ്ത കുട്ടികൾക്ക് വേണ്ടിയുള്ളതാണ് ഈ ഓപ്ഷൻ രജിസ്ട്രേഷൻ. ഇതിൽ മറ്റു കുട്ടികൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റുമോ എന്ന് പല കുട്ടികളും ചോദിച്ചിരുന്നു. ഇതിനുത്തരം ഇല്ല എന്നുള്ളതാണ്. കാരണം ഇവിടെ NRI അലോട്ട്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഉടനടി അഡ്മിഷൻ എടുക്കേണ്ടതായിട്ട് വരുന്നതാണ്. എടുക്കേണ്ട സമയത്ത് നിങ്ങൾക്ക് NRI ബേസ്ഡ് ചെയ്തിട്ടുള്ള ഡോക്യുമെന്റ്സ് ഇല്ലാത്ത പക്ഷം നിങ്ങളുടെ അഡ്മിഷൻ അവിടെ ക്യാൻസൽ ആയി പോകുന്നതാണ് ഓട്ടോമാറ്റിക്കലി. അതുകൊണ്ട് തന്നെ NRI ഡോക്യുമെന്റ്സ് ഉള്ള കുട്ടികൾ മാത്രമേ ഇവിടെ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാൻ പാടുള്ളൂ. NRI സീറ്റുകളിലേക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ പ്രവേശനം നേടാൻ താല്പര്യമുണ്ടെങ്കിൽ മാത്രം ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യുക. അലോട്ട്മെന്റ് ലഭിച്ച് പ്രവേശനം ലഭിച്ചു കഴിഞ്ഞ ശേഷം പിന്നീട് മാറ്റം അനുവദിക്കുന്നതല്ല. ഇത് ബേസ് ചെയ്ത് പറഞ്ഞിരിക്കുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമെന്ന് പറയുന്നത്, NRI ഡോക്യുമെന്റ്സ് ഉള്ള കുട്ടികൾ തന്നെ നോർമലി LBSലും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. NRI സീറ്റ് അല്ലാതെ മെറിറ്റ് സീറ്റുകളിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് NRI ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്ത കുട്ടികൾക്ക് തന്നെ പല കുട്ടികൾക്കും മെറിറ്റ് സീറ്റിലൊക്കെ കിട്ടിയിട്ടുണ്ട് അഡ്മിഷൻ. അപ്പോൾ അവരവിടെ ഓൾറെഡി അഡ്മിഷൻ എടുത്ത കുട്ടികൾ ഇവിടെ NRI സീറ്റിലേക്കുള്ള ഡോക്യുമെന്റ്സ് ബേസ് ചെയ്തിട്ടുള്ള നിങ്ങളുടെ റിസർവേഷനിൽ വരുന്ന സമയത്ത് നിങ്ങൾ ഇങ്ങോട്ടേക്ക് മാറുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് LBSലെ മെറിറ്റ് കിട്ടിയ സീറ്റിന്റെ ഫീസ് അല്ല NRI ഫീസ് എന്ന് പറയുന്നത്. NRI ഫീസ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 1,25,000 rupees ഒക്കെ നിങ്ങൾ അടക്കേണ്ടി വരുന്നതാണ്. പക്ഷേ NRI സീറ്റിനേക്കാളും കുറവാണ് ഓപ്പൺ മെറിറ്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ് മെറിറ്റ് രീതിയിൽ നിങ്ങൾക്ക് LBSൽ കിട്ടിയ സീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രത്യേകിച്ചും ശ്രദ്ധിച്ച് മാത്രം ഓൾറെഡി LBSൽ സ്റ്റേറ്റ് മെറിറ്റിൽ കിട്ടിയ കുട്ടികളാണ് അഡ്മിഷൻ എടുത്തിട്ടുണ്ട് എന്നുള്ള കുട്ടികൾ സൂക്ഷിച്ച് മാത്രം NRIക്ക് വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുക. രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ അഡ്മിഷൻ എടുക്കണം എന്നുള്ളത് നിർബന്ധമാണ്. അതുപോലെ നിങ്ങൾക്ക് ഓൾറെഡി കിട്ടിയത് ക്യാൻസലായി പോവുകയും ചെയ്യും. അതുകൊണ്ട് സൂക്ഷിച്ച് മാത്രം ഇതിനെ രജിസ്റ്റർ ചെയ്യുക. താല്പര്യമുണ്ടെങ്കിൽ മാത്രം രജിസ്റ്റർ ചെയ്താൽ മതിയാകും. അതുപോലെ NRI ഡോക്യുമെന്റ്സ് ഇല്ലാത്ത പല കുട്ടികളും ചോദിച്ച ഒരു കാര്യമാണ്, ബാക്കിയുള്ള കുട്ടികൾക്ക് നോർമലി ഉള്ള ബാക്കി കുട്ടികൾക്കൊക്കെ ഇതിലേക്ക് രജിസ്റ്റർ ചെയ്യാമോ എന്നുള്ളത്. ബാക്കി നോർമലി ഉള്ള കുട്ടികൾക്ക് ഇതിലേക്ക് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതല്ല. ഇനി അടുത്തത് പല കുട്ടികളും ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, സിക്സ്ത് അലോട്ട്മെന്റ് ഉണ്ടോ, ഇനി അലോട്ട്മെന്റുകൾ ഉണ്ടോ എന്നുള്ളത്. നമുക്ക് ഇനി വാക്കൻസി സീറ്റ് അനുസരിച്ച് അലോട്ട്മെന്റ് മുന്നോട്ട് ഉണ്ടായിരിക്കുന്നതാണ്. ഇപ്പോൾ ഫോർത്ത് അലോട്ട്മെന്റിൽ ഓൾറെഡി അഡ്മിഷൻ എടുത്ത കുട്ടികളും ഫിഫ്ത്ത് അലോട്ട്മെന്റിൽ NRIക്ക് വേണ്ടി ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്ത് കൊടുത്ത കുട്ടികളും എല്ലാവരുടേതും സെപ്റ്റംബർ 8 വരെയാണ് ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഫോർത്ത് അലോട്ട്മെന്റിൽ കിട്ടിയ കുട്ടികൾ അഡ്മിഷൻ എടുക്കാനുള്ള ഡേറ്റ് സെപ്റ്റംബർ 8 ആണ്. NRI അലോട്ട്മെന്റിന് വേണ്ടിയിട്ട് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള സമയവും സെപ്റ്റംബർ 8 ആണ്. അപ്പോൾ ഇതിന് ശേഷം സെപ്റ്റംബർ 8 ശേഷമാണ് സിക്സ്ത് അലോട്ട്മെന്റിന്റെ അപ്ഡേറ്റ്സ് LBS വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇനി അടുത്ത അലോട്ട്മെന്റ് എന്ന് പറയുന്നത് ഇപ്രാവശ്യത്തെ ഫോർത്ത് അലോട്ട്മെന്റിൽ അഡ്മിഷൻ എടുക്കുന്ന കുട്ടികളുടെ ടൈം കഴിയുമ്പോഴാണ്. അതായത് സെപ്റ്റംബർ 8 ശേഷമാണ് അടുത്ത അലോട്ട്മെന്റിന്റെ അപ്ഡേറ്റ് LBSൽ വരികയുള്ളൂ.
പല കുട്ടികളും ചോദിച്ചതാണ് ഇനി പാരാമെഡിക്കലിന് രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. നിങ്ങൾക്ക് ഇനി പുതുതായി ഓപ്ഷൻ വെച്ചാണ് നിങ്ങൾ പങ്കെടുക്കേണ്ടത്. നിങ്ങൾ ഓൾറെഡി ഫസ്റ്റിനും സെക്കൻഡിനും തേർഡിനും ഫോർത്തിനും ഒക്കെ അലോട്ട്മെന്റിന് വേണ്ടിയിട്ട് ഓപ്ഷൻ ഓൾറെഡി രജിസ്റ്റർ ചെയ്ത കുട്ടികളാണ്. ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അലോട്ട്മെന്റിൽ നമ്മൾ ഓൾറെഡി വെച്ച ഓപ്ഷൻസിൽ തന്നെയാണ് അലോട്ട്മെന്റ് നടന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഇനിയുള്ള അലോട്ട്മെന്റ് എന്ന് പറയുന്നത് പുതിയ ഓപ്ഷൻസ് നിങ്ങൾ വെക്കണം. അതായത് ഇപ്പോൾ ഫോർത്ത് അലോട്ട്മെന്റിന് വേണ്ടിയിട്ട് നമുക്ക് ഓൾറെഡി തേർഡ് അലോട്ട്മെന്റ് വരെയുള്ള ഓപ്ഷൻസ് എല്ലാം ക്യാൻസൽ ചെയ്തിട്ട് നമ്മൾ പുതിയ ഓപ്ഷൻസ് ആണ് വെച്ചത്. അതുപോലെ തന്നെ ഇനി അടുത്ത ഫിഫ്ത്ത് സിക്സ്ത് സെവൻത് എത്ര അലോട്ട്മെന്റ്സ് ഉണ്ടോ ഇവിടെയെല്ലാം നിങ്ങൾ പഴയ ഓപ്ഷൻസ് പങ്കെടുപ്പിക്കില്ല, അതവിടെ ക്യാൻസൽ ആകും. പുതിയ രീതിയിൽ നിങ്ങൾ ഓപ്ഷൻസ് വെച്ച് വേണം പങ്കെടുക്കാനുള്ളത് എന്നത് ശ്രദ്ധിക്കുക. പല കുട്ടികൾക്കും ഇപ്പോഴും ഇതിൻ്റെ ഡൗട്ട്സ് ഉണ്ട്. അത് നമ്മുടെ വീഡിയോസ് ഫുള്ളായിട്ട് കാണാത്ത കുട്ടികൾക്കാണ് ഈ ഡൗട്ട്സ് വരുന്നത്. നിങ്ങൾ ഡൗട്ട്സ് ചോദിക്കുമ്പോൾ വീഡിയോ ഫുള്ളായി കണ്ടതിന് ശേഷം മാത്രം ഡൗട്ട്സ് ചോദിക്കുക. അപ്പോൾ എല്ലാവർക്കും പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സിക്സ്ത് അലോട്ട്മെന്റ് വരുന്നത് സെപ്റ്റംബർ 8-ാം തീയതിക്ക് ശേഷമാണ്. വാക്കൻസി സീറ്റ് അനുസരിച്ചാണ് ഇവിടെ അലോട്ട്മെന്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വാക്കൻസി സീറ്റ് ഏതൊക്കെയാണ് എന്നത് നമ്മുടെ സൈറ്റിൽ വരുന്നതായിരിക്കും. അത് ബേസ് ചെയ്ത് മാത്രമേ ഓപ്ഷൻസ് നിങ്ങൾ കൊടുത്തിട്ട് കാര്യമുള്ളൂ. അല്ലാതെ എല്ലാ കോളേജസും നമുക്ക് വെക്കാൻ പറ്റും. പക്ഷേ ഓൾറെഡി സീറ്റ് ഫില്ലായിട്ടുള്ള കോളേജസിലേക്ക് നിങ്ങൾ ഓപ്ഷൻ വെച്ചതിന് ശേഷം ഒരു കാര്യവുമില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ ഓപ്ഷൻസ് രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഏതൊക്കെ കോളേജസിലാണ് NRI സീറ്റുകൾ ഉള്ളത് എന്നത്, അതുപോലെ തന്നെ എത്ര സീറ്റുകളാണ് ഉള്ളത് എന്നുള്ളതും സൈറ്റിലുണ്ട്. ഇത്രയും കോളേജസ് മാത്രമേ NRI ഡോക്യുമെന്റ്സ് ഒക്കെ അപ്ലോഡ് ചെയ്ത കുട്ടികൾക്ക് നിങ്ങൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അല്ലാതെ നോർമലി എല്ലാ കോളേജസും നിങ്ങൾക്ക് വെച്ച് ഓപ്ഷൻസ് വെക്കാൻ വേണ്ടി സാധിക്കില്ല. NRI സീറ്റ് 50% ആണ് ഓരോ കോളേജസിലും വന്നിട്ടുള്ളത്. അത് ബേസ് ചെയ്തിട്ടുള്ളവർക്ക് മാത്രമേ ഇവിടേക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഫീസ് ഒക്കെ റെഡിയാക്കി വെക്കുക. അതായത് 1 lakh എബോവ് ആണ് ഇവിടെ ഫീസ് വരുന്നത്. ആ ഫീസ് സമയത്തിന് അവർ പറയുന്ന സമയത്തിന് അടച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഡ്മിഷൻ ക്യാൻസൽ ആയി പോകുന്നതായിരിക്കും. അതുകൊണ്ട് എല്ലാ കുട്ടികളും ഫീസ് റെഡിയാക്കി വെക്കുക. ഓൾറെഡി NRI ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ കൊടുത്ത് NRI സീറ്റിന് വേണ്ടി അപ്ലൈ ചെയ്ത കുട്ടികൾ ഫീസൊക്കെ സെക്യൂർ ചെയ്ത് റിസർവ് ചെയ്ത് വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഇവിടെ എവിടെ അഡ്മിഷൻ കിട്ടിയാലും നിങ്ങൾ ഡയറക്റ്റ് അഡ്മിഷൻ എടുക്കേണ്ടതാണ്. അപ്പോൾ ഇതിൻ്റെ അലോട്ട്മെന്റ് വന്നതിന് ശേഷമുള്ള അപ്ഡേറ്റ്സ് നമ്മുടെ സൈറ്റിൽ വരുന്നതായിരിക്കും. അതനുസരിച്ച് നമ്മുടെ ചാനലിലൂടെ അറിയിക്കുന്നതുമായിരിക്കും. അതിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻസും അപ്ഡേഷൻസും കറക്റ്റ് അറിയുന്നതിന് വേണ്ടിയിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്ത് വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് ബേസ് ചെയ്തിട്ട് ഇനിയും എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്കുണ്ട് എന്നുണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇവിടെ NRI സീറ്റിന് വന്നിരിക്കുന്നത് BSc നഴ്സിംഗ് മാത്രമാണ്. പാരാമെഡിക്കലിൻ്റെത് വന്നിട്ടില്ല. പാരാമെഡിക്കലിൻ്റെത് വരുമ്പോൾ ആ ഒരു ടൈമിൽ നമ്മളത് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ സൈറ്റിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, പുതുതായിട്ട് അപ്രൂവൽ വരുന്ന കോളേജസ് പുതുതായി തന്നെ ആഡ് ചെയ്യുന്നതായിരിക്കും. അത് അപ്ഡേറ്റഡ് കോളേജ് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് സൈറ്റിൽ വരുന്നതുമായിരിക്കും. ഇപ്പോൾ പുതിയ കോളേജസ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ആഡ് ചെയ്യുന്ന അനുസരിച്ച് അത് നമ്മുടെ ചാനലിലൂടെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. നെക്സ്റ്റ് അപ്ഡേറ്റുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും ഓക്കെ, ബൈ, താങ്ക് യു.